കലിംഗ സൂപ്പർ കപ്പിൽ ആദ്യ കളിയിൽ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിന് ത്രസിപ്പിക്കുന്ന വിജയത്തുടക്കം. എതിരാളികളായ ഷില്ലോങ് ലജോങ്ങിനെ 3-1 എന്ന ഗോൾ മികവിലാണ് കേരള ബ്ലാസ്റ്റേഴ്സ് മറികടന്നത്. ISL പോയിന്റ് പട്ടികയിൽ 1-ാം സ്ഥാനത്ത് നിൽക്കുന്ന കേരള ബ്ലാസ്റ്റേഴ്സ് കലിംഗ സൂപ്പർ കപ്പിലേക്ക് ഇറങ്ങുമ്പോൾ തന്നെ ആരാധകർ വലിയ പ്രതീക്ഷയോടുകൂടിയായിരുന്നു കാത്തിരുന്നത്. ആ പ്രതീക്ഷകൾക്ക് യാതൊരു ഭംഗവും വരാതിരിക്കുവാൻ തക്കവണ്ണം വളരെ കൃത്യതയാർന്ന കളിയായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് പുറത്തെടുത്തത്. ഷില്ലോങ് ലജോങ്ങിന്റെ പ്ലെയേഴ്സ് മോശക്കാരായിരുന്നില്ല. മനോഹരമായി കളിക്കുന്ന കളി മികവുള്ള പല വ്യക്തികളും ഉണ്ടായിരുന്നു. എങ്കിൽ പോലും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കയ്യിലായിരുന്നു തുടക്കം മുതൽ ഒടുക്കം വരെയും പന്ത്. കളിയുടെ 2-ാം മിനിറ്റ് തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിനെ അവർ ഞെട്ടിച്ചു കളഞ്ഞു. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ വല ചലിക്കുകയാണ് 2-ാമത്തെ മിനിറ്റിൽ. പക്ഷേ റഫറി കൃത്യസമയത്ത് ഓഫ് വിസിൽ മുഴക്കിയത് കൊണ്ട് ബ്ലാസ്റ്റേഴ്സ് രക്ഷപ്പെട്ടു. അതിന്റെ കാരണം തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഒരു അയഞ്ഞ കളിയായിരുന്നു പ്രാരംഭത്തിൽ കാണുവാൻ സാധിച്ചത്. പേരുകേട്ട കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പ്രതിരോധ നിര എവിടെ എന്ന് ചോദിക്കുന്ന രീതിയിലുള്ള നീക്കങ്ങളായിരുന്നു. പക്ഷേ ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ബ്ലാസ്റ്റേഴ്സ് സടകുടഞ്ഞെഴുന്നേൽക്കുന്നതും താരങ്ങൾ സെറ്റാകുന്നതുമായ കാഴ്ചയായിരുന്നു കാണുവാൻ കഴിഞ്ഞത്. 15-ാം മിനിറ്റിൽ ദിമിത്രിയോസ് കൊടുത്തൊരു പാസ് നിമിഷ നേരം കൊണ്ട് പെപ്ര വലയിലാക്കിക്കൊണ്ട് ആദ്യത്തെ ആഹ്ലാദത്തിനുള്ള അവസരം ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് ഒരുക്കി. എന്നാൽ 8-ാമത്തെ മിനിറ്റിൽ ഷില്ലോങ് തിരിച്ചടിക്കുന്ന കാഴ്ചയാണ് കാണുവാൻ സാധിച്ചത്. അത് ഒരു പെനാൽറ്റി ആയിരുന്നു. വാസ്തവത്തിൽ അത് പെനാൽറ്റി ആയിരുന്നില്ല, റഫറിയുടെ അബദ്ധമായിരുന്നു എന്നുള്ളത് റീപ്ലേകളിൽ കൃത്യമായി കാണിക്കുന്നുണ്ടായിരുന്നു. ഷില്ലോങ്ങിന്റെ ഒരു സ്ട്രൈക്കർ ബോളുമായി ഗോൾ പോസ്റ്റിലേക്ക് ആഞ്ഞടിക്കുവാൻ ഓടിച്ചെല്ലുന്ന നിമിഷത്തിൽ സച്ചിൻ സുരേഷിന്റെ കൈകളിൽ തട്ടി അദ്ദേഹം വീഴുകയാണ്. എന്നാൽ അതിനു മുൻപ് തന്നെ സച്ചിൻ ആ ബോൾ തട്ടി അകറ്റിയിരുന്നു. എന്നാൽ റഫറിയുടെ വിധി അത് നിർഭാഗ്യകരമായി പോയി. തുടർന്ന് ബ്ലാസ്റ്റേഴ്സ് നിര പൂർണ്ണമായും ഉണർന്നെഴുന്നേൽക്കുന്ന കാഴ്ചയാണ് കാണുവാൻ കഴിഞ്ഞത്. കൃത്യമായ പന്തടക്കത്തോടുകൂടി മനോഹരമായ പാസുകൾ, ആ ടിക്കിട്ടാക്കയൊക്കെ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നതൊക്കെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ടായിരുന്നു. എന്തായാലും ഉജ്ജ്വലമായ ഒരു മുന്നേറ്റത്തിനൊടുവിൽ ക്വാമെ പെപ്ര തന്നെ വീണ്ടും മനോഹരമായൊരു ഗോളിലൂടെ കേരള ബ്ലാസ്റ്റേഴ്സിനെ 2-1 എന്ന നിലയിലേക്ക് എത്തിക്കുന്നു. സെക്കൻഡ് ഹാഫിന്റെ തുടക്കം മുതൽ തന്നെ ഷില്ലോങ് ലജോങ് ചിത്രത്തിൽ തന്നെ ഇല്ലായിരുന്നു എന്ന് വേണം പറയുവാൻ. അവർ ഏകദേശം കളി അവസാനിപ്പിച്ച മട്ടായിരുന്നു. സമയസൂചികകൾ അവസാനിക്കും വരെയോളം ഓടിത്തികയ്ക്കുക എന്നുള്ളത് മാത്രമായിരുന്നു അവരുടെ ലക്ഷ്യമെന്ന് തോന്നിക്കും പോലെയായിരുന്നു. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കൈകളിൽ തന്നെയായിരുന്നു പന്തുണ്ടായിരുന്നത്. സെക്കൻഡ് ഹാഫ് തുടങ്ങിയ അതേ മിനിറ്റിൽ തന്നെ ദിമിത്രിയോസിൽ നിന്നും പാസ് സ്വീകരിച്ച സക്കായി വലത്തെ അറ്റത്തു നിന്നും ഉയർത്തി ഗോൾ പോസ്റ്റിനരികിലേക്ക് അടിച്ചു കൊടുത്തൊരു ബോൾ, ഉജ്ജ്വലമായൊരു ഹെഡർ ഷോട്ടിലൂടെ മുഹമ്മദ് ഐമൻ ഷില്ലോങ് ലജോങ്ങിന്റെ ഗോൾ വലയെ ചലിപ്പിക്കുമ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് 3-1 എന്ന സുരക്ഷിതമായ നിലവാരത്തിലേക്ക് എത്തുകയും ചെയ്തു. കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി 2 ഗോളുകൾ നേടിയ ക്വാമെ പെപ്രയാണ് ഈ കളിയിലെ കേമനായി തിരഞ്ഞെടുക്കപ്പെട്ടത്. പ്ലെയർ ഓഫ് ദ മാച്ച് എന്ന പുരസ്കാരത്തിന് അർഹനായത്. മിലോസ് ഡ്രിൻസിച്ച്, ഡാനിഷ് ഫാറൂഖ് തുടങ്ങിയവരൊക്കെ ഉജ്ജ്വലമായ പ്രകടനമാണ് ഇന്ന് കാഴ്ചവെച്ചത്. ആരെയും താഴ്ത്തിക്കെട്ടുവാൻ കഴിയില്ല. ലഭിച്ച അവസരങ്ങളെല്ലാം കൃത്യമായിട്ട് മനോഹരമായി മുതലാക്കുന്ന ബ്ലാസ്റ്റേഴ്സ് നിരയാണ് ഇന്ന് കലിംഗ സ്റ്റേഡിയത്തിൽ നമുക്ക് കാണുവാൻ കഴിഞ്ഞത്. വീഡിയോ അവസാനിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുവാനും സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുതെന്നുകൂടി ഓർപ്പിക്കുന്നു.